ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്നൊരു കാര്യം വീട് പണി എന്തായി, അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാ. പിന്നെ നല്ലൊരു റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് അല്ലെങ്കിൽ സൈഡായിട്ടുള്ള ഒരു കറി റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പത്തിരിയുടെ കൂടെ കിഡിലൻ കോമ്പിനേഷൻ വരുന്ന ഒരു ഗ്രീൻ പീസ് കുറുമയാണ്. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ പീസ് തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സോക്കായ ശേഷം വേണം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി അതിലോട്ട് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് നിർബന്ധം കേട്ടോ. ഉരുളക്കിഴങ്ങ് എന്നാലേ നല്ലൊരു തിക്നെസ് വരുള്ളൂ. പിന്നെ ഒരു 1/2 കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു സവോള എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു മീഡിയം സൈസ്ഡ് കഷ്ണങ്ങളാക്കി എടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ. ഒരുപാട് മസാലപ്പൊടികൾ ചേർക്കരുത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം ഈ ഗ്രീൻ പീസ് വേവാനുള്ള വെള്ളം ചേർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 വിസിൽ വരുന്നവരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഭയങ്കര ലൂസായി പോകും. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തരക്കാനുണ്ട്. ആദ്യം നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത്, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി, പിന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി ഒരു 3-4 എടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം. ഇതെല്ലാം കൂടി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാടൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഗ്രീൻ പീസ് കറിയുടെ കൂടെയുള്ള വറുത്തരച്ച് ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കണ്ട് ഒരു നല്ലൊരു മണമൊക്കെ വരില്ല. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ചിക്കനിലോട്ടൊക്കെ നമുക്ക് അത്യാവശ്യം വറുക്കേണ്ടി വരുമല്ലോ. ഇത് അധികം വറുത്തിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് സംഭവങ്ങളൊക്കെ 2 വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയ ശേഷം തുറന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ അരപ്പ് ഈ കുക്കറിലേക്ക് ചേർക്കുന്നതിന് പകരം ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ ഈ പ്രഷർ കുക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വറവൊന്നും ഇട്ടിട്ടില്ല. നേരെ ആ ഒരു പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ വറുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് കുറച്ച് വെള്ളത്തിൽ നല്ലോണം പേസ്റ്റ് പരുവത്തിൽ നല്ലോണം പേസ്റ്റ് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തരിതരിയായിട്ട് കിടക്കും. അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അരപ്പ് നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാണ്ട് തേങ്ങ വറുത്തത് കൊണ്ട് തന്നെ ഒരുപാട് തിളപ്പിച്ച് മറിയേണ്ട. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. കണ്ടോ, ചെറിയൊരു ബബിൾസൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ഓഫ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയുടെ തിക്നെസ് കണ്ടിട്ട് ലൂസാണ് എന്ന് വിചാരിക്കേണ്ട. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തിക്കാവും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ ഒരു പാകത്തെ തിക്നെസ് വരും. അപ്പോൾ കറി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വറവിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ചെറിയുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വറുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കുന്നത് ഈ ഒരു കറിക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയില്ലേ, അതിൻ്റെ ആ സെയിം കളറിൽ നല്ല ടേസ്റ്റിൽ ഉള്ളൊരു കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ദോശയുടെ കൂടെ, അതായത് നീർദോശയുടെ കൂടെയാണ് ഇത് കോമ്പിനേഷൻ ഞാനിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ പത്തിരിയുടെ കൂടെ എപ്പോഴും നമുക്ക് ചിക്കൻ കറി മുട്ടക്കറി ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പത്തിരിയുടെ കൂടെ കോമ്പിനേഷൻ വരുന്നൊരു അടിപൊളി കറിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും അടിപൊളി കറിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു കറി ചപ്പാത്തിയുടെ കൂടെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി റെസിപ്പി കേട്ടോ. ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകാനുണ്ട്. അതായത് നാട്ടിൽ നമ്മൾ വന്നത് നമ്മൾ ഉംറ കഴിഞ്ഞ് വന്നതാണല്ലോ. പക്ഷേ നമ്മൾ വീട് പണി അവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനർ പറയുന്നതാണ്, നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. കാരണം നമുക്ക് സമയമില്ല ഓരോ സ്ഥലത്തൊക്കെ പോകാൻ. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കാണാനും പിന്നെ വീടുകൾ കാണാനും ഒക്കെ ഒന്ന് പോവുകയാണ്. കാരണം ഇനിയുള്ള സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും നാട്ടിലുണ്ടായിരിക്കണം. പക്ഷേ നമ്മളിപ്പം ഇനിയിപ്പോൾ തിരിച്ച് പോകാനുണ്ടല്ലോ, UAE പോവുകയാണല്ലോ. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മോഡുലാർ കിച്ചണും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനർ മഞ്ചേരിയാണ് അവരുടെ വീട്, അവിടേക്ക് പോവുകയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ അവർ ചെയ്തിട്ടുള്ള കുറച്ച് വീടുകളിൽ ഒന്ന് കാണാൻ പോകാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമ്മൾ ഏർലി മോർണിംഗ് വരാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഈ സെയിം ഡേ തന്നെ എടുത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ലേറ്റായി. മഞ്ചേരി എത്തണമല്ലോ നമ്മൾ വീട് തിരൂരാണ്, അപ്പോൾ അവിടുന്ന് മഞ്ചേരിക്ക് എത്തണമല്ലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനറുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആളുടെ പേര് ഷെഫീഖ് എന്നാണ്. ഞാനിതുവരെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അപ്പം ഷെഫീഖാണ് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷെഫീഖിൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഷെഫീഖിൻ്റെ വൈഫ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീടുകൾ കാണാൻ പോകാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് നമ്മുടെ വീട് പണീൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട് പണിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർഡ്രോബ്, കട്ടിൽ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ്. ഇനി മോഡുലാർ കിച്ചൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അതിനെ പറ്റിയൊരു വ്യക്തമായിട്ടുള്ള ധാരണ വേണം, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് നമ്മൾ 1-2 വീട് കാണാൻ പോകുന്നത് കേട്ടോ. ഒരു 2-3 വീട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോയ വീട്. അപ്പോൾ ഇതിൻ്റെ മോഡുലാർ കിച്ചൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചതാണ്. പിന്നെ ഈ വീട് റിനോവേറ്റ് ചെയ്തിട്ടുള്ള വീടാട്ടോ. അതായത് നമ്മൾ ഓൾറെഡി ഉള്ള വീട് ഒന്ന് പുതുക്കി പണിഞ്ഞതാണ്. പക്ഷേ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല അത് പുതുക്കി പണിഞ്ഞതാണെന്നുള്ളത്. കുറേ 2-3 വർഷമായെന്ന് തോന്നുന്നു പുതുക്കി പണിഞ്ഞിട്ട് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. അതുപോലെ നമ്മുടെ വീടിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ് എന്നാണ് ഹൗസ് വാമിംഗ് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. ഇൻഷാ അല്ലാ ഞങ്ങൾ നെക്സ്റ്റ് ഇയർ, അതായത് വരുന്ന വർഷം ഹൗസ് വാമിംഗ് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഇയർ പെട്ടെന്ന് തന്നെ ഈ മക്കളുടെ വെക്കേഷൻ്റെ സമയത്ത്, ഇവിടുത്തെ UAE വെക്കേഷൻ്റെ സമയത്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പം അതിനാണ് ഇതൊക്കെ നമ്മളിപ്പം ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് വീട് പണി. ഇതൊക്കെ ചെടികളൊക്കെ ഏതൊക്കെ വെറൈറ്റി ചെടികളാണ് വെക്കേണ്ടതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ചെടികളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ അടുത്ത വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീടുകളിലും കുറേശ്ശെ മാത്രം എടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ താഴെ നമ്മൾ എന്താ പറയുക, സിറ്റ് ഔട്ടിലൊക്കെ ഏത് ടൈലാണ് ഇടേണ്ടത്, അതൊക്കെ അങ്ങനത്തെ ഒരു ധാരണ വേണമല്ലോ. അപ്പോൾ അതൊക്കെയാണ്. ഇതിപ്പം നല്ലൊരു കോർട്ട്യാർഡാണ്, നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഇല്ല, അതിനേക്കാളും കുറച്ച് ചെറിയ സ്പേസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് വേറെ ഡിസൈൻ വെക്കേണ്ടി വരും. പിന്നെ ഇവിടുത്തെ സീലിംഗ് വർക്കൊക്കെ കുറേയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ സെയിം സീലിംഗ് വർക്ക്സാണ്. അപ്പം ഇതിൽ ഈ ഒരു ലിവിങ് റൂമിൻ്റെ മുകളിലുള്ള സീലിംഗ് വർക്ക് തന്നെയാണ് നമ്മുടെ ലിവിങ് റൂമിലും വെച്ചിട്ടുള്ളത്. ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഏകദേശം അത് എങ്ങനെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇങ്ങനെ വീട് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ കേർട്ടൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ നമ്മളിപ്പം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡിസൈനറോട് സംസാരിച്ചിട്ട് എങ്ങനെയൊക്കെ വേണം എന്നുള്ളതൊക്കെ. പിന്നെ നമുക്കും ഒരു ചില പേഴ്സണൽ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഈ വീടും നല്ല കൊള്ളാം. നമ്മളിപ്പോൾ കാണിച്ചിരുന്ന വീടുകളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു വീട് കണ്ടിട്ട് അതേപോലെ തന്നെ വേണമെന്ന് പറയരുത്. ഞാൻ അതിനി വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഒരു വീടുണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വിശദമായിട്ട് നമ്മുടെ വീടിൻ്റെ ഏകദേശം ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഈ വീട്ടിലെ ഉമ്മാൻ്റെ റൂമാണ്. അപ്പോൾ പ്രായമായവർക്ക് പറ്റില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ റൂമുകൾ കാണുമ്പോഴാണ് മനസ്സിലാവുക. അപ്പം നമ്മുടെ വീട്ടിൽ ഇക്കാൻ്റെ ഉമ്മ ഉണ്ടല്ലോ, അപ്പോൾ ഉമ്മാക്ക് പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനറാണത്, ഷെഫീഖ് എന്നാണ് പേര്. ആൾ വീഡിയോയിൽ നിൽക്കാൻ വല്ലാണ്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഷോർട്സ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾ എന്താ പരിചയപ്പെടുത്താത്തതെന്നൊക്കെ. അപ്പം ആളുടെ പേര് ഷെഫീഖ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ കോബ് ആർക്ക് സ്റ്റുഡിയോ എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജും ചെക്ക് ചെയ്താൽ മതി. കൂടുതലും റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീടുകളുടെ ഡിസൈൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ പേജിൽ കേട്ടോ. മഞ്ചേരിയാണ് അവരുടെ വീട്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷെഫീഖ്. കാരണം നിങ്ങൾക്കും മനസ്സിലാക്കി തരണമല്ലോ എന്തൊക്കെയാണ് നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ. ഇത് കുട്ടികളുടെ ടോയ്സൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ടേബിളാട്ടോ. ഒരു പത്തായം പോലെയാണ്, തുറക്കാൻ പറ്റുന്ന പത്തായം. ഈ വീട്ടിലെ മോഡുലാർ കിച്ചണാണത്, ഐലൻഡ് കിച്ചണാണ്. അപ്പോൾ നമുക്ക് ഓരോ എന്താ പറയുക, അതിന് മുകളിൽ വെച്ചിട്ടുള്ളത് നാനോ വൈറ്റ് ആണ്. പല ടൈപ്പ് മെറ്റീരിയലും വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയലാണ് വെക്കേണ്ടതെന്ന് അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പം വീടുകൾ കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നാനോ വൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നാനോ വൈറ്റ് ഉണ്ട്, കോട്ട്സ് ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്. അപ്പം ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.
യൂസ് ചെയ്തവരുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു കേട്ടോ. ഒരു 2-3 വർഷങ്ങളായിട്ട് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഒന്ന് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ഈ കൗണ്ടർ ടോപ്പിന് ഇടാൻ പറ്റിയ മെറ്റീരിയൽ ഏതാണ്, കോട്ട്സ് ഉണ്ട്, നാനോ വൈറ്റ് ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, ഏതാണ് നല്ലതെന്നുള്ളത് ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ പുറത്ത് നല്ല പച്ചപ്പാണ്, ഗ്രീനറിയാണ്. നമ്മുടെ വീട്ടിലും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മരങ്ങളൊന്നും കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ റെഡിയാക്കി തരാമെന്ന് നമ്മുടെ ഡിസൈനർ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന വീടും റിനോവേറ്റ് ചെയ്തിട്ടുള്ള വീടാണ്. അപ്പോൾ പുതിയ വീടല്ല കേട്ടോ, അതായത് ഓൾറെഡി ഉള്ള വീട് റിനോവേറ്റ് ചെയ്തതാണ്. അപ്പോൾ പക്ഷേ നമുക്ക് അകത്ത് കണ്ട് അങ്ങനെ തോന്നിയില്ല, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാതും. നിങ്ങൾ കണ്ടപ്പോൾ കുറയ്ക്കുന്നില്ലല്ലോ. അല്ല, കൂട് തുറന്നിട്ടൊന്നുമില്ലല്ലോ. ചാടത് പ്ലീസ്, തുറന്നുകണാ. ബോബിനെടുത്ത് പോവാ. അതുപോലെ ഈ വീട്ടിൽ വെച്ചുള്ള ചെടികളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നേരത്തെ കണ്ട വീടുകളിലും നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വീട് കാണാൻ പോകുമ്പോൾ നമ്മൾ നേരെ കണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ, അവരുടെ സമ്മതം കൂടി വേണം. മീൻസ് അവർക്ക് ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഒരു വീടുകളിലും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് പോയിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് ഈ വീട്ടിലെ ഉമ്മാൻ്റെ റൂമാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ റൂംസൊക്കെ കാണുമ്പോഴാണ് ഉമ്മമാർക്ക് അല്ലെങ്കിൽ പ്രായമായവർക്ക് എങ്ങനെയൊക്കെ റൂം റെഡിയാക്കണമെന്ന് മനസ്സിലാവുക. നല്ലൊരു ചെയറും നല്ലൊരു ആംബിയൻസാണ് റൂമിൻ്റെ അകത്ത്. പിന്നെ ഇതിപ്പം ഞാൻ നമ്മുടെ റൂമിൽ നമ്മളെ വീട്ടിൽ ഇതുപോലെ വെക്കുന്നുണ്ട് ഹെഡ് ബോർഡിൽ. അപ്പോൾ അതൊന്ന് നോക്കിയതാണ്, ആ മെറ്റീരിയൽ നോക്കിയതാണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയോ മെറ്റീരിയൽ നല്ലതെന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം ആ ഒരു സ്റ്റേജിലാണ്. അപ്പം എന്തൊക്കെയാണ് നല്ലത്, പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എനിക്കും യൂസ്ഫുൾ ആകും, അതുപോലെ ഈ വീട് പണി നടക്കുന്നവർക്കും യൂസ്ഫുൾ ആകും. പിന്നെ ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണിത്. ഇതിൽ ഡൈനിങ് ഹാളിന് പുറത്തേക്ക് ഒരു പാസേജ് ഉണ്ട്. പാസേജിൽ ഇരിക്കാം. അവിടെ നിന്ന് പുറത്തേക്ക് നല്ലൊരു ഗസ്റ്റ് ഹൗസ് പോലത്തെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഒന്ന് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ തറവാട് വീട് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. തറവാട് വീട്ടിൽ ഒരു പോർഷൻ നമ്മൾ വെക്കുന്നുണ്ട്, തറവാട് വീടിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇൻഷാ അല്ലാ. അപ്പം ഇതുപോലെ ചെയ്യണം, ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അവിടേക്കുള്ള ഡോറാണിത്. അപ്പോൾ ഇത് വീടിൻ്റെ അകത്തു കൂടെയും പോവാം, പുറത്തു കൂടെയും പോവാം. അവിടെ ഇവിടുത്തെ ഓണർ അവരുടെ വർക്കിംഗ് സ്പേസ് ആണ്. അപ്പോൾ അവരവിടെ ഉണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാത്തത്. പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്, ലാസ്റ്റ് കാണിക്കാം ഇൻഷാ അല്ലാ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതലും വുഡ് നമ്മൾ സീലിങ്ങിലും ഫ്ലോറിലൊക്കെ യൂസ് ചെയ്യുമ്പം വെളിച്ചം കുറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നേരത്തെ പറഞ്ഞു, ഇത് റിനോവേറ്റ് ചെയ്തിട്ടുള്ള വീടാണ്. അപ്പം ആദ്യത്തെ ലിവിങ് റൂം കുറച്ച് ചെറുതായിരുന്നു. അപ്പം 2 സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഇപ്പം ഈ കാണുന്നത് കേട്ടോ. അപ്പം ആ സോഫ ഇട്ടിട്ടുള്ള ഏരിയ ഒക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്തതാണ്, ഈ ഒരു ഏരിയ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അതുപോലെ എനിക്ക് ഒരു വീട് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. കാരണം എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ, കാരണം ഇനി വീടുണ്ടാക്കുന്നവർക്ക് അത് എന്തായാലും യൂസ്ഫുൾ ആവും ഇൻഷാ അല്ലാ. എന്തായാലും ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആവുന്ന സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നതിൽ കാര്യമില്ല. അപ്പം നമ്മുടെ വീടിൻ്റെ ഏകദേശം സെറ്റായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 2-3 വർഷമൊക്കെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ടാവില്ലേ, അവർക്കൊക്കെ നമുക്ക് സജഷൻസൊക്കെ പറഞ്ഞു തരാൻ ധൈര്യമായിട്ട് പറ്റും. കാരണം അവർക്കത് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ മനസ്സിലാവും. അപ്പം ഈ വീടിൻ്റെ കിച്ചണാണിത്. അപ്പോൾ ഇതിൽ ടൈലും അതുപോലെ ഇവിടെയും നാനോ വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്, കൗണ്ടർ ടോപ്പൊക്കെ. അപ്പം നാനോ വൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനോ വൈറ്റ്, കോട്ട്സ്, ഗ്രാനൈറ്റ് ഏതാണ് നല്ലത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിപ്പം എനിക്ക് ഡൗട്ടായിട്ട് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
പിന്നെ ഈ ഒരു എന്താ പറയുക വീഡിയോ ഞാൻ എനിക്ക് തോന്നിയ പോലെ ആയിട്ട് എടുത്തിട്ടുള്ളത്, കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആലോചിച്ചത് നല്ല നല്ല ഭാഗങ്ങളൊക്കെ എടുക്കായിരുന്നു, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നുള്ളത്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോൻ്റെ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ വീടുകളിലൊന്നും ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീടുകൾ കാണൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. അപ്പം ഇവിടെ മേലെ നിന്ന് റൂമിൽ നിന്ന് നോക്കുമ്പോഴും താഴെ ആ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, ഗസ്റ്റ് ഹൗസ് അല്ല, ആ ഒരു റൂം പുറത്തേക്ക് വെച്ചിട്ടുള്ള റൂമുണ്ടല്ലോ, അതും കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ഭംഗിയുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അതായത് വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു ഓഫീസ് റൂം, ആ റൂമിലോട്ടൊന്ന് പുറത്തുനിന്ന് പോവാണ്. അപ്പം ആ പോകുന്ന വഴിയുണ്ടല്ലോ, ഒരു പാസേജൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഈ ഇവിടുത്തെ ഗ്രീനറീസൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ വരാട്ട ഓണർ. അപ്പോൾ ഇതുപോലെ നമ്മുടെ പുതിയ വീട്ടിലിങ്ങനെ ഒരു ഏരിയ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഏകദേശം നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഓരോ പ്രൊഡക്ട്സും എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പം ഞങ്ങളും കുറച്ച് ചേഞ്ചസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം ഞങ്ങളൊരു 3 വീടുകൾ കണ്ടു. ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തേക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ പോവാണ്. അമിന് ഉയിക്ക് സോയിൽക്ക് എവിടുക്ക പോണ്ടേ? എവിടുക്കാ? സ്കൂൾക്ക് പോയിട്ട് ഇമ്മ ഇല്ല കേട്ടോ. ഉയ്യ് ഒറ്റക്ക് പോവും? നമുക്ക് സങ്കടാവൂലേ? ഓയ് കപ്പ് കേക്ക് വാങ്ങിച്ചിട്ട് അപ്പൊ തന്നെ വരുമോ? കിൻഡർ ജോയ് കപ്പ് കേക്ക് വാങ്ങിക്കാൻ സ്കൂളിലേക്ക് പോണത്? സ്കൂളിൽ കിൻഡർ ജോയ് കപ്പ് കേക്ക് ഒന്നും ഇല്ല, അവിടെ ഒന്നുമില്ല. അവിടെ വാങ്ങിച്ചിട്ട് വരൂ? അങ്ങനെ. അപ്പൊ സ്കൂളില് ഓയ് വാങ്ങിച്ചിട്ട് വരും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ സ്കൂളിൽ പഠിക്കാനല്ലേ പോണത്? ABCD പഠിക്കാനല്ലേ പോണത്? ബൈ. ഓക്കെ, സ്കൂളിൽ പഠിക്കാനല്ലേ പോണ റോയി? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല അപ്പൊ ചോക്ലേറ്റ് അല്ല കപ്പ് കേക്ക് ഇത് പറഞ്ഞത് കേക്ക്. ഹലോ ഹലോ, സ്കൂളിൽ പോയിട്ട് ഓക്കെ ബൈ. കപ്പ് കേക്ക് ഉണ്ടാ? ഓക്കെ. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ കോട്ടക്കൽ പോയി അവിടുന്ന് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും പുറത്ത് വന്നല്ലേ വിചാരിച്ചിട്ട് കോട്ടക്കലിന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. നമ്മുടെ വ്യൂവേഴ്സിനെ കുറച്ചധികം പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അധികം വീഡിയോസ് ഞാൻ എന്താ പറയുക, നാട്ടിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേര് മാത്രമേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. കാരണം വീഡിയോ എടുത്തു തരാനും ആൾ വേണമല്ലോ. അപ്പം റീനുവിനെ കിട്ടിയ സമയത്ത് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി നല്ല മഴയായിരുന്നു. പിന്നെ ഒരു ആഘോഷ പരിപാടിയും കൂടി അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. കലിംഗപറമ്പ് സ്കൂള്, നമ്മുടെ നാട്ടിലെ സ്കൂളാണ്, MSM-HSS. അവിടുത്തെ ഒരു ആഘോഷ പരിപാടിൻ്റെ കുറച്ച് ഭാഗം കൂടി എനിക്ക് വീഡിയോയിലെടുക്കാൻ പറ്റി. നല്ല വൃത്തിയിട്ട കുട്ടിയായതുകൊണ്ട് പാർക്കിൽ കൊണ്ടുപോകട്ടാ. ചീ കുട്ടിയാണല്ലേ തന്നെ? നല്ല വൃത്തിയിട്ട കുട്ടിയാണല്ലേ? ആയിക്കോട്ടെ. ഓക്കെ 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 ബൈ ബൈ. അതും വേണോ? ഓക്കെ ഓക്കെ ആയിക്കോട്ടെ.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.